MCU മാർവൽ യൂണിവേഴ്സ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായതും ഏറ്റവും മികച്ചതുമായ വില്ലനാണ് ഡോക്ടർ ഡൂംസ്ഡേ. അപ്പൊ ഇന്നാണ് ട്രെയിലർ ഇറങ്ങിയത്. ട്രെയിലർ ഇറങ്ങിയതും ഹൈപ്പിന്റെ കൊടുമുടി ഒന്നുകൂടി പിടിച്ച് കുലുക്കിയെന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മാർവൽ MCU കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചതും പവർഫുള്ളുമായ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് മാർവൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വില്ലന്റെ പേര് തന്നെ എടുത്തിട്ട് ആ ഒരു അവഞ്ചേഴ്സ് മൂവി ഇറക്കാൻ അവർ തയ്യാറാവുന്നത്. കുറച്ചുകൂടി ഹൈപ്പിന് 10 ഇരട്ടി ആവാൻ കാരണം നമ്മുടെ അയൺമാൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച റോബർട്ട് ഡോണി ജൂനിയർ, അദ്ദേഹമാണ് ഡൂംസ്ഡേ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഈ ഒരു ആളാണ് ഇത് അവതരിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കുലുങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ട്രെയിലറും ടീസറൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ഹൈപ്പായിട്ടുണ്ട്. എല്ലാ മാർവൽ ഫാൻസും ഡിസംബർ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തൊക്കെയായാലും നല്ല വൺ വിഷ്വൽ ക്വാളിറ്റി, എന്താ പറയാ, സിനിമാറ്റിക് പെർഫെക്റ്റ് മൂവി വിഷ്വൽ ക്വാളിറ്റിക്ക് തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും ഡിസംബർ ആകുമ്പോൾ. അപ്പോൾ ഇതിൽ എല്ലാവരും കാത്തിരിക്കാവുന്നതിൻ്റെ മെയിൻ ഗുണം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ, ഈ ഡൂംസ്ഡേ എന്ന് പറയുന്ന ആളുടെ പേരാണ് വിക്ടർ. ഇദ്ദേഹം സാധാരണ വേറൊരു യൂണിവേഴ്സിലാണ് ജനിച്ചത്. അവിടെ കൊട്ടാരം അങ്ങനത്തെ എന്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു വിക്ടറിന്റെ അമ്മ എന്ന് പറയുന്നത് ഒരു മന്ത്രവാദിനിയായിരുന്നു. ഈ മന്ത്രവാദിനിയുടെ കുറച്ച് പൊടി വിദ്യകളെല്ലാം തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. പിന്നെ വിക്ടറിന് കുറച്ച് സയൻസുപരമായ കാര്യങ്ങൾ അറിയാം. അതും കൂടി അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രമാത്രം പവർഫുൾ ആയിരിക്കും അദ്ദേഹമെന്ന്. അദ്ദേഹത്തിന്റെ പടച്ചട്ട ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ ഒരു സയൻസ് എല്ലാം ചേർത്ത്, സയൻസും മാജിക്കും ചേർത്തിട്ടാണ്. ഈ ഒരു ട്രെയിലറിൽ തോർ അദ്ദേഹത്തിന്റെ ആ ഒരു ആയുധമായിട്ട് ഇടിമിന്നലോടുകൂടി വന്നപ്പോൾ വെറും 2 വിരൽ കൊണ്ടാണ് തടുത്തു നിർത്തിയത്. അപ്പോൾ തന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പവർ കുറച്ചുകൂടി എത്രമാത്രം ആയിരിക്കുമെന്ന്. വെറും 2 വിരൽ കൊണ്ട് തടുത്തിട്ട് തൂക്കി എറിയുകയാണ് ചെയ്തത് ട്രെയിലറിൽ. അപ്പോൾ ഈ തോറിനെ വരെ തൂക്കി എറിയണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം പവർഫുൾ ആയിരിക്കും. പിന്നെ ഇതിനു മുന്നേ തോറിന്റെ ചുറ്റിക തടുത്ത വേറൊരു മന്ത്രവാദിനിയുണ്ട്. അത് ഡൂംസ്ഡേയുടെ അമ്മയായിരിക്കും. ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ വേണം, നമുക്ക് മൾട്ടിവേഴ്സ് ഒക്കെ അറിയാലോ, MCUയുടെ കാര്യമാണ്. എങ്ങനെ വേണോ എനിക്ക് കുറച്ചുകൂടി നേരത്തെ തോന്നിയ ഒരു കാര്യമാണ്. ഇങ്ങനെ തോറിന്റെ ആയുധം തടുത്ത 2 പേർ, ഒന്ന് മന്ത്രവാദിനി, എന്നിട്ട് ആ ചുറ്റിക പൊടിച്ചു കളയാണ് ചെയ്തത്. 2 ഡൂംസ്ഡേ, ഇങ്ങനെയാണ് പിടിച്ചു വെച്ചിട്ട് തൂക്കിയെറിഞ്ഞത്. ഇത് വെച്ചെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ആ മന്ത്രവാദിനി വിക്ടറിന്റെ അമ്മയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കുന്ന വേറൊരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഇതിൽ പറയുന്നത് വിക്ടർ, ഡൂംസ്ഡേ എന്നല്ല പറയുന്നത്, വില്ലനാവുന്ന മുമ്പേ വിക്ടർ എന്നാണ് പറയുന്നത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ചൊരു ഹീറോ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കോമിക്സിലെ കഥകളെല്ലാം വെച്ച് കൂട്ടിക്കലർത്തി നോക്കുമ്പോൾ ആ ഒരു ഹീറോയുടെ മുകളിലും മറ്റു കുറച്ച് ഹീറോകളുണ്ട്. അവർ നോക്കുമ്പോൾ വേറൊരു യൂണിവേഴ്സിൽ അത് അവഞ്ചേഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായി. തനിക്ക് മിതം മറ്റൊരു ഹീറോ വേണ്ട. അതിനുശേഷമാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത് തന്നെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഗോഡ് ഓഫ് ഡൂംസ്ഡേ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കൂടുതലൊന്നും പറയില്ല, അത്രമാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണ്ട.